ഹലോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് സ്മോക്കി ആയി ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട്, അതായത് ഒരു ബിഗിനർക്ക് പോലും ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കാണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഈ കണ്ണിലേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് മാക്കിൻ്റെ ഒരു ഗ്രീൻ കളർ ഗ്ലിറ്ററാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതങ്ങ് വളരെ ഗ്ലിറ്ററി അല്ല, ഒരു ഷിമ്മർ ടൈപ്പാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കാജൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ബ്ലാക്ക് സ്മോക്കി ആയി ചെയ്യാനുള്ള പ്രോഡക്റ്റ്സ് ആണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളിത് ചെയ്യുമ്പോൾ ബ്രഷസ് വേണം, അതായത് പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ ബ്രഷസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്നിവിടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വെറുതെ നമ്മുടെ ഈ ഒരു ക്യൂ ടിപ്പ്, ഇതിനെ നമ്മൾ ഇയർബഡ്സ് എന്നാണ് പറയുന്നതെങ്കിലും ഒരു പ്രൊഫഷണൽ രീതിയിൽ പറയുന്ന ക്യൂ ടിപ്പ് എന്നാണ്. അപ്പോൾ ഈ ക്യൂ ടിപ്പ് വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു ബ്ലാക്ക് സ്മോക്കി ആയി ചെയ്യാം എന്നുള്ളതാണ്. ഇത് വന്നിട്ടൊരു മാക്കിൻ്റെ ഒരു ഇതാണ്, ഷിമ്മറാണ്. പിന്നെ ഇത് വന്നിട്ട് ഒരു കാജലാണ്. ഇത് വന്നിട്ട് നമ്മുടെ ഒരു ഐ ഷാഡോ പാലറ്റ്. അതിൽ ഏത് തരം ഐ ഷാഡോ പാലറ്റ് നിങ്ങൾ എടുത്താലും കുഴപ്പമില്ല. ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് ഗ്ലിറ്റേഴ്സ് ഇല്ല, വെറും പ്ലെയിൻ ആയിട്ടുള്ള മാറ്റ് ഐ ഷാഡോസ് ആണ്. അപ്പോൾ ഇതും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് വന്നിട്ട് ക്രയോണിൻ്റെ മസ്കാരയാണ്. ഇത് നമുക്ക് ഐലാഷസിനെ കുറച്ചുകൂടെ ഒന്ന് കൂടുതലുണ്ടെന്ന് തോന്നിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഇതാണ്. അങ്ങനെ നമ്മൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ആണ് ഞാനിപ്പോൾ ഇന്നത് കാണിക്കാൻ പോകുന്നത്. ആക്ച്വലി ഇത് ബ്രഷസ് വെച്ചാണ് ചെയ്യേണ്ടതെങ്കിലും ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട്, അതായത് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്മോക്കി ആയിട്ട് ഒരു കാര്യമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ക്യൂ ടിപ്പ്, ഇതിനെ നമ്മൾ ഇയർബഡ്സ് എന്ന് പറയാറുണ്ട്, പക്ഷേ പ്രൊഫഷണൽ രീതിക്ക് പോകുമ്പോൾ ഇതിനെ നമ്മൾ ക്യൂ ടിപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഏത് ഭാഗം വരെ അത് ചെയ്യണം എന്നുള്ള ഒരു ഇത് മെൻഷൻ ചെയ്ത് ഞാൻ ഡോട്ട്സ് ഇടാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ആ ഒരു ഔട്ടർ കോർണർ, അതായത് നമ്മുടെ ഈ ഒരു ഔട്ടർ കോർണറിലാണല്ലോ ഞാനിപ്പോൾ ഇതേ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുമാതിരി ഏത് ഭാഗത്തിന് അകത്താണ് എനിക്ക് ഷിമ്മർ വരേണ്ടതും ഏത് ഭാഗത്തിന് പുറത്താണ് എനിക്ക് ഈ ബ്രൗൺ ഇത് ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളതെന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു അടയാളം കൊടുക്കുവാണ്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഞാനൊരു ഒരു ലൈറ്റ് കളർ ഇതിൻ്റെ പുറത്തേക്ക് ഇടാൻ പോവുകയാണ്. അതായത് നമ്മൾ എപ്പോഴും ഐ ഷാഡോസ് ചെയ്യുമ്പോൾ നമ്മൾ കൺസീലർ യൂസ് ചെയ്യാം, പിന്നെ ഒപ്പം നമുക്ക് ലൈറ്റ് ഷെയ്ഡിലെ ഒരു പൗഡർ നമുക്ക് അതിൻ്റെ പുറത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ അന്നേരം അത് കുറച്ചുകൂടെ പോപ്പ് ഔട്ട് ചെയ്ത് കാണിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അതേ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൂടാണ്ട് ഞാൻ അതേ സെയിം ഐ ഷാഡോ വെച്ചിട്ട് ഞാൻ പറഞ്ഞ ഈ ക്യൂ ടിപ്പ് വെച്ചിട്ട് ഞാൻ ഡോട്ട്സ് കൊടുക്കാൻ പോവുകയാണ്. അതായത് ഈ ഒരു ഏരിയയ്ക്ക് അകത്ത് വേണം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഷിമ്മർ ഷാഡോ നമുക്ക് നിൽക്കേണ്ടത്. ഇതിൻ്റെ പുറത്തേക്ക് ആ ഷിമ്മർ പോകാൻ പാടില്ല. ഇപ്പോൾ കണ്ടല്ലോ അല്ലേ, ഞാൻ ദേ ഡോട്ട്സ് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് ഞാനിതേ ഈ ഷിമ്മർ നേരത്തെ പറഞ്ഞ മാക്കിൻ്റെ അത് ഞാൻ എൻ്റെ വിരൽ വെച്ചിട്ട് തന്നെയാണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് ബിഗിനേഴ്സ് ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ ബ്രഷസ്, ആ ബ്രഷ് ഈ ബ്രഷ് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി കൺഫ്യൂസ്ഡ് ആകണ്ട. അപ്പം ഈ ഷിമ്മർ ഞാൻ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഞാൻ ആ ഒരു ഡോട്ട്സിൻ്റെ അകത്താണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടില്ലോ, ഏകദേശം അതിൻ്റെ അകത്തായി. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടി ഏത് ഭാഗം വരെയാണ് അത് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഞാൻ ഇതുമാതിരി ഒരു ബ്രഷ് ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ക്യൂ ടിപ്പ് യൂസ് ചെയ്യാം. അപ്പം അതിൽ ഞാനൊരു ബ്രൗൺ ഷെയ്ഡ്, അതായത് കുറച്ച് ഡീപ്പർ ഷെയ്ഡാണ്, എന്നിട്ട് എടുക്കുക, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മേളിലേക്ക്, അതായത് ഞാൻ നേരത്തെ ഡോട്ട് ചെയ്തതിൻ്റെ മേളിലേക്ക് ഞാൻ അതിനെ സ്മഡ്ജ് ചെയ്യുവാണ്. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അതിൻ്റെ കളർ പോരാ എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അപ്ലൈ ചെയ്യാം. എൻഡ് വരെയും കൊണ്ടുവരിക, നല്ലോണം സ്മഡ്ജ് ചെയ്യുക. അതിനുശേഷം ഇത് കാജൽ. ഈ കാജൽ കുറച്ച് ജെൽ ടൈപ്പ് ആയിരുന്നാൽ നല്ലതായിരിക്കും, കാരണം ഈസിലി അത് ബ്ലെൻഡബിൾ ആയിരിക്കും. അപ്പം ഞാൻ ആ കാജൽ ഇങ്ങനെ കുറച്ചെടുത്തിട്ട് അത് ഞാൻ ഈ ക്യൂ ടിപ്പിലാണ് എടുക്കുന്നത്. എടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് ലൈറ്റായിട്ട്, അൺഈവൻ ആയാലും കുഴപ്പമില്ല, കാരണം എന്താ വെച്ചാൽ നമ്മളിത് ബ്ലെൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് കാരണം അയ്യോ വരച്ചത് കറക്റ്റായില്ല എന്ന് ടെൻഷൻ ആകണ്ട. എന്നിട്ട് നമുക്ക് ഇതേ ക്യൂ ടിപ്പ് വെച്ചിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വിടാം. ഈ ബ്ലെൻഡ് ചെയ്തതിൻ്റെ പുറത്ത് നമുക്ക് വീണ്ടും ഈ പറഞ്ഞ ഷിമ്മർ കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്യാം. അതായത് ചിലപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചിലപ്പോൾ അത് ഒരേ ഷേപ്പിൽ വന്നില്ല എന്നൊരു
ടെൻഷൻ ഉണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുമാതിരിയുള്ള ഇത് വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാവുന്നതാണ്. അതായത് പെൻസിൽ ബ്രഷ്. വീണ്ടും ഞാൻ അതിൻ്റെ മേളിലേക്ക് ഒരിക്കൽ കൂടെ വന്ന് ആ ഷെയ്ഡിന് ബ്ലെൻഡ് ചെയ്തു. പിന്നെ നമ്മുടെ ഐബ്രോയും ഈ നമ്മൾ കൊടുത്ത ബ്രൗൺ ഷാഡോയും വേർതിരിക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഐബ്രോസ് ഒന്ന് പോപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ലൈറ്റ് ഷെയ്ഡിൻ്റെ ഒരു പൗഡർ, ഇത് വേണേൽ ഷിമ്മറിയും കൊടുക്കാം നമുക്ക്, പക്ഷെ ഞാനൊരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് ഇത് രണ്ടിനും ഒരു ഡെഫിനിഷൻ, അതായത് ഇത് രണ്ടും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉള്ളത് മാതിരി ഞാൻ കാണിക്കുവാണ്. ഇനി കണ്ണിൻ്റെ ഉള്ളിലേക്ക്, അത് നമുക്ക് കൈ വെച്ചിട്ടും വിരൽ വെച്ചിട്ടും എടുക്കാം. കണ്ണിൻ്റെ അകത്തേക്ക് കൊടുക്കുക. സാധാ നമ്മൾ കൺവെൻഷൻ എഴുതുന്ന മാതിരി. അത് കഴിഞ്ഞത് ഇതുമാതിരി കുഞ്ഞ് ബ്രഷസ് ഉണ്ട്. ആ ബ്രഷിൽ നമ്മൾ മേളിൽ ഏത് കളർ ഷെയ്ഡ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ ഒരു ചെറിയ ഒരു ഷെയ്ഡ് നമ്മൾ താഴേക്കും കൊടുക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ആദ്യം എൻ്റെ നിന്ന് ഇവിടെ വരെ വരിക, അടുത്തത് ഇവിടെ വരെ വരിക, അത് കഴിഞ്ഞിട്ട് അതിനെ ജോയിൻ ചെയ്യണം. ഇപ്പോൾ ഇത് സാധാ നമ്മൾ ഇതുവരെ ഐ മേക്കപ്പ് ചെയ്തിട്ടില്ല, എനിക്ക് ബ്രഷ് യൂസ് ചെയ്യാൻ അറിയില്ല, ഏത് ബ്രഷ് എന്നൊക്കെ പറയുന്നവർക്ക് പോലും ഇതിപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരു സാധാ സ്മോക്കി. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഐലാഷ് കേളർ വെച്ചിട്ട് ഒരു 5 എണ്ണുന്നത് വരെ ഇതൊന്ന് കേൾ ചെയ്യുക. കേൾ ചെയ്തതിന് ശേഷം ഇത് ഓപ്ഷണലാണ്. മസ്കാര യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വയ്ക്കാം. അഥവാ യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കേളർ വെച്ച് കേൾ ചെയ്തിട്ട് ജസ്റ്റ് ഒരു കോട്ട് കൊടുക്കുക. താഴത്തെ പീലിയിലും അത് കൊടുക്കുമ്പോഴായിരിക്കും കാണാനൊരു ഭംഗി. ഈസി അല്ലേ, പെട്ടെന്ന്. ഇപ്പോൾ ഈ ഷിമ്മർ, ഇപ്പോൾ ഈ ഞാൻ വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഗ്രേ കലർന്ന ഒരു ഗ്രീനാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് കളർഫുള്ളായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളേഴ്സ് യൂസ് ചെയ്യാം. പിങ്ക് യൂസ് ചെയ്യാം, ഗോൾഡൻ യൂസ് ചെയ്യാം, പിന്നെ എന്താ ഐവറി അല്ല വൈൻ റെഡ്, അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ പ്രൊസീജിയർ ഇതാണ്. അതായത് നമ്മൾ സാധാ കൈകൊണ്ട് നമുക്ക് ചെയ്യാം, അല്ലാണ്ട് നമുക്ക് ബ്രഷസ് ഉള്ളവർക്ക് ബ്രഷസ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഇതൊരു ബിഗ്നർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എന്താ പറയണ്ട സ്മോക്കി ഐ ആണ്. അപ്പോൾ അതാണ് ഞാനിവിടെ ഇന്നത്തെ എൻ്റെ കൺസെപ്റ്റ്. അതായത് സാധാ ആൾക്കാർക്കും ഒരു സ്മോക്കി ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഞാൻ കാണിച്ച മാതിരി എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈസി ആയോ, നിങ്ങൾക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ അടുത്തുനിന്ന് അറിയാനുണ്ടോ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. അത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.